വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 തിരുവചനങ്ങൾ 35 മുതൽ. വിശുദ്ധ യോഹന്നാൻ 1 അധ്യായം 35 മുതൽ. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കി, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കൊണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്നു കാണുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ താമസിക്കുന്ന സ്ഥലം അവർ ചെന്ന് കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുവൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, അതായത് യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നീ കേഫ എന്ന് വിളിക്കപ്പെടും, ഇതിന് പത്രോസ് എന്ന് അർത്ഥം എന്ന് പറഞ്ഞു. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യപ്പെടുത്തിയത് കേട്ട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരായിരുന്ന രണ്ടുപേർ കർത്താവിന്റെ ശിഷ്യരായിരുന്ന രംഗമാണല്ലോ കണ്ടത്. അതിൽ ഒരാളുടെ പേരോട് പറഞ്ഞിട്ടുണ്ട്, അത് അന്ത്രയോസാണ്. മറ്റേ ആളുടെ പേര് പറഞ്ഞിട്ടില്ല, അത് എഴുതിയ ആൾ തന്നെയാണ്. അതാരാ? ആ യോഹന്നാന്റെ ഓർമ്മ നമ്മൾ ഇന്ന് നടത്തുകയാണ്. അത് മാത്രമല്ല, യോഹന്നാനെ കർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞ യോഹന്നാൻ സ്നാപകനെ ഇന്ന് ഓർക്കുകയാണ്. ആ സ്നാപക യോഹന്നാന്റെ ജന്മദിനമായിട്ട് ഇന്ന് ഓർത്തഡോക്സ് സഭയും മറ്റു പല സഭകളും ഇന്ന് എത്രാം തീയതിയാ? ജൂൺ 24 യോഹന്നാൻ സ്നാപകന്റെ ജന്മദിനമായി പല സഭകളും ആചരിക്കുന്നുണ്ട്. നമുക്ക് ജന്മദിനമായി ആഘോഷിക്കാം. യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കുക മാത്രമല്ല, യോഹന്നാൻ ശ്ലീഹായെയും അന്ത്രയോസിനെയും കർത്താവിലേക്ക് അടുത്ത് പറഞ്ഞു വിട്ട ആളും കൂടെയാണ്. രണ്ട് യോഹന്നാന്മാരെ നമ്മൾ ഓർക്കുകയാണ്. അവർ രണ്ടുപേർക്കും നമ്മളോട് പല സംസാരിക്കാനുണ്ട്. അത് ആരാധനയോടെ കേൾക്കുവാൻ നമുക്ക് ഒരുങ്ങിക്കൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന പാപം ഒരിക്കൽ കൂടെ മോചിക്കുവാൻ പിന്നെയും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹകരമായ 11 നോയമ്പിന്റെ പകുതി കഴിഞ്ഞ് സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന 29-ാം തീയതി പത്രോസ് പൗലോസ്യന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പുള്ളതായ ദിവസങ്ങളിൽ 12 അപ്പോസ്തലന്മാരെ ഓരോരുത്തരെയായി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ യോഹന്നാൻ സ്നാപകനെയും യോഹന്നാൻ ശ്ലീഹായെയും ഓർക്കാൻ സമയം വർദ്ധിച്ചിരിക്കുന്നു. ഈ യോഹന്നാൻ ശ്ലീഹായ്ക്കും യോഹന്നാൻ സ്നാപകനും നമ്മളോട് പറയാനുള്ള കാര്യം എന്താണ്? 12 ശ്ലീഹന്മാരിൽ പ്രായം കുറഞ്ഞയാള് യോഹന്നാനാണെങ്കിലും 12 ശിഷ്യന്മാരിൽ യേശുവിനോട് ഏറ്റവും പറ്റിച്ചേർന്നത് യോഹന്നാനാണ്. അതിന്റെ കാര്യം എന്താണ്? കർത്താവിന്റെ കുരിശിന് ചുവട് നിൽക്കാൻ സാധിച്ചത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാധിച്ചത്. ബാക്കിയുള്ളവരൊക്കെയും യോഹന്നാന് മുമ്പേ യേശുവിനെ കണ്ടവരും അറിഞ്ഞവരൊക്കെ ആണെങ്കിലും കിട്ടിയ അറിവ്, കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ച് യേശുവിന്റെ വചനം മുഴുവൻ ഹൃദയത്തിൽ എഴുതി അതിലാവും പോലും ധ്യാനിച്ച് അത് രക്ഷാകാരണമാക്കി തീർത്ത് രക്ഷാകരമാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോഹന്നാന്റെ വിജയരഹസ്യം എന്താണ് യോഹന്നാൻ നമ്മളോട് പറയുക? യോഹന്നാനിൽ നിന്ന് നമ്മളെ എന്തെല്ലാം പാഠങ്ങൾ പഠിപ്പിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനങ്ങളും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വെളിപ്പാട് പുസ്തകവും നമുക്ക് ഒത്തിരി സന്ദേശങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ യേശുവിന്റെ 2ാമത്തെ വരവ് വരെ, അതിനുശേഷം നിത്യതയിൽ നിത്യമായി കർത്താവിനോട് ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും യോഹന്നാൻ വെളിപ്പെട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ യോഹന്നാന്റെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം ഇന്നത്തെ വേദഭാഗത്തിലാകുന്നുണ്ട്. യോഹന്നാന്റെ തുടക്കം ഒരു നല്ല തുടക്കമാണോ? ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ലൊരു തുടക്കം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. അതിന് മലയാളം എന്താ? നല്ല തുടക്കം പകുതി കാര്യം കഴിഞ്ഞതിന് തുല്യമാണ്. ആ നല്ല തുടക്കം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ തുടക്കങ്ങളിലെ അപൂർണതകൾ പരിഹരിപ്പാൻ യോഹന്നാൻ ശ്ലീഹായുടെ ഈ ഓർമ്മ പെരുന്നാൾ നമുക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ
യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നോക്കുകയായി. ആ രണ്ട് ശിഷ്യന്മാർ, ഒരാൾ യോഹന്നാനായിരുന്നു, മറ്റേ ആൾ അന്ത്രയോസ് ആയിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി. അങ്ങനെ അന്ത്രയോസും യോഹന്നാനും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ക്ലാസ് മുഴുവനും പ്രസംഗം മുഴുവനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ഒരു കുഞ്ഞാടിന്റെ ആവശ്യമുണ്ട്. പാപപരിഹാര ബലിയായി തീരേണ്ട ഒരു കുഞ്ഞാട്, പാപമില്ലാത്ത ഒരു കുഞ്ഞാട്, പാപമാക്കപ്പെട്ട പാപികൾക്ക് വേണ്ടി മരിച്ചാലേ മനുഷ്യന് മോക്ഷത്തിലെത്താനോ സ്വർഗം പ്രാപിപ്പാനോ സാധിക്കൂ എന്നുള്ളൊരു കാര്യം യോഹന്നാൻ സ്നാപകൻ ആവർത്തിച്ചു പറഞ്ഞു. യോഹന്നാൻ സ്നാപകന്റെ ക്ലാസ്സിൽ അങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അവരെ ബോധ്യമാക്കിയ ആവശ്യബോധം യോഹന്നാൻ നല്ലവണ്ണം ഹൃദയത്തിൽ പതിഞ്ഞു. നമുക്ക് ആവശ്യബോധമുണ്ടോ? നമ്മുടെ ഇന്നത്തെ ആവശ്യബോധം എന്താണ്? നിങ്ങൾ എഴുതുന്ന പേപ്പറിനകത്തല്ലാതെ വ്യക്തമാണ്. പക്ഷെ അതിനകത്ത് അന്നും ലോകത്തിന് ഭാഗത്തേക്ക് കുഞ്ഞാടിനെ എനിക്ക് കിട്ടണമെന്ന് ആരും എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം തന്നെ ആ ബോധം ഇതുവരെ വേറെ ആണെന്നൊക്കെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അതിനെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഹന്നാനുണ്ടായ ബോധ്യം നമുക്കും നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എൻ്റെ പാപപരിഹാരത്തിനായിട്ട് എൻ്റെ പാപം വഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തുന്ന ഒരാളുടെ ഒരു ആവശ്യമുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ഒന്നാമത്തെ ആവശ്യം. അത് കഴിഞ്ഞെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യം വേറെ പല കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല. മുൻഗണനാക്രമത്തിലെ കാര്യങ്ങൾ കിട്ടൂ. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത, ലോകത്തിന്റെ പാപത്തെ വഹിക്കാൻ ഒരാൾ വേണം, അവൻ പാപമില്ലാത്തവനുമായിരിക്കണം. ഇതാരായിരിക്കുന്നത്? അപ്പൊ ആ ഒരു ഉൾക്കാഴ്ചയിൽ ആരായിരിക്കും ഇതെന്നുള്ള ആകാംക്ഷയോടെ അന്വേഷണ ബുദ്ധിയോടെ നടക്കുന്ന സമയത്താണ് ഇവനാണ് അവൻ. ചാടി അങ്ങ് പിടിച്ചു, കയറി അങ്ങ് പിടിച്ചു. അപ്പോ അങ്ങനെ നമുക്ക് ഒരാവശ്യം തിരുവചനങ്ങളിൽ നിന്ന് ഒരു ആവശ്യബോധം വരണം. എന്റെ പ്രാണൻ മുഴുവൻ 100% ഒരാൾ എഴുതി തന്നിട്ടുണ്ട്, എന്റെ പ്രാണൻ 100% സർവ്വമുടക്കൊക്കെ ഒന്ന് മാർക്കിട്ടേ കൊള്ളാം. വേറെ പലരുടെയും പേപ്പറിലൊന്നും കാണാറില്ല, അത് നമുക്ക് വിഷയമേ ഇല്ല. അപ്പോൾ സർവ്വമുടക്കിയും പോകണം, പാതാളത്തിൽ പോയി പ്രാണനെ കയറി കൊണ്ടുവരണം. അത് യേശുവിനെ കൊണ്ട് പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. കല്യാണം നടക്കുന്നില്ല, ജോലി ശരിയാകുന്നില്ല, വീടില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചു. അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് നടക്കേണ്ടതായിരിക്കും. പ്രാണന് മുഴുവനും യേശുവിലാകണം. സർവ്വമുടക്കികൾ അതിന് പകരം കൊടുത്തത് പോകണം. ഇതെല്ലാം അവരവകാശം പറഞ്ഞു നിൽക്കുകയാണ്. ഇവർക്കെല്ലാം അവകാശം കൊടുക്കാൻ കഴിവുള്ളവൻ ആരാ? മറുവിലയായി വന്ന യേശുവിന് മാത്രമേ ഈ മോചന ദ്രവ്യം കൊടുത്ത്, വിമോചന ദ്രവ്യം കൊടുത്ത്, ചോദിക്കുന്നതിനെല്ലാം പകരം കൊടുത്ത് നമ്മൾ രക്ഷിക്കാൻ കഴിയുന്നുള്ള ആഴമായ ബോധ്യമുണ്ടെങ്കിൽ അവനെ കയറി പിടിച്ചോണം. അപ്പൊ അങ്ങനെ ഈ ആഴമായ ബോധ്യത്തോടുകൂടെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ ആ ബോധ്യം എത്തിയത് കൊണ്ടാണ് കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ഈ യോഹന്നാനെ കയറിയാണ് വിളിക്കുകയാണ്. അയാൾ കുറേ അങ്ങ് പോയി. നമ്മൾ ഇത്രയും നാളായിട്ടും അതുപോലെ എല്ലാം വിട്ടേച്ച് ഈ ആവശ്യബോധത്തിൽ യേശുവിനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയാമോ? കർത്താവേ ക്ഷമിക്കണം. പിതാവിന്റെ ഭയങ്കര സമ്മാനമായി പുത്രൻ. ഈ പുത്രനെ കൊണ്ടേ എന്നെ രക്ഷിക്കാനൊക്കുള്ളൂ. ആ പുത്രന് വേണ്ടി എന്നെ സൃഷ്ടിച്ചു, ഞാൻ അവൻ്റേതുമാണ്. പക്ഷെ ഇതുവരെ ഞാൻ അവൻ്റേതുമായിട്ടില്ല, അവൻ എൻ്റേതുമായിട്ട് വേറെ ആരുടേതൊക്കെയാണ്. എന്തൊരു അനീതിയാണിത്! ഈ അനീതിയുടെ കേസ് ഇരുന്ന ആഗ്രഹമുണ്ടോ? സുഖകോടതി കേസ് നടന്നുകൊണ്ടിരിക്കുക, കർത്താവ് വാദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു, ഇത്രയും നാൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടും നമുക്ക് ഈ നന്ദിയുമില്ല, ആ ആവശ്യബോധവുമില്ല, ആ നീതിബോധവുമില്ല. ആ നീതി അന്വേഷിച്ചതിന് ശേഷമേ നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ തേടി വരുള്ളൂ. മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ചാൽ ധനവും മാനവും ജീവനും നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ തേടി വരും. അപ്പോൾ തേടി വരാത്തതിന്റെ കാര്യം ഇപ്പോഴും അനീതി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ യോഹന്നാൻ അങ്ങനെ കർത്താവിനെ ദൈവത്തിന്റെ പാപത്തെ, നമ്മുടെ ലോകത്തിന്റെ പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടായിട്ട് തിരിച്ചറിഞ്ഞ് വലിയ ആർത്തിയോടെ, വലിയ സന്തോഷത്തോടെ യേശുവിന്റെ പുറകെ പോയി. ആ യോഹന്നാൻ ആ വലിയ ബോധത്തോടുകൂടിയാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്നത്. ഈ കുരിശെ കിടക്കുന്നവൻ എനിക്ക് വേണ്ടി ഞാൻ അവിടെ കിടക്കേണ്ടിയിരുന്നത്, എനിക്ക് പകരമാണ് അവന് കിടക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അവൻ്റെ. അപ്പൊ ഞാൻ അവൻ്റേതും അവൻ എൻ്റേതുമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആരെങ്കിലും എന്നെ കുരിശിക്കുന്നതിലും കുരിശിച്ചോട്ടെ, ഞാനും കൂടി ചാകാം. അതുകൊണ്ട് ഈ യേശുവിന്റെ ഈ കിടപ്പ് എനിക്ക് വേണ്ടിയാണ്, ഞാൻ അവൻ്റേതുമാണെന്ന് പറഞ്ഞു കൂടെ നിന്നു കൊടുക്കും. ഈ യോഹന്നാന് ഈ ആഴമായ ഉൾക്കാഴ്ച വരാൻ എന്താ കാര്യം എന്നറിയാമോ? യോഹന്നാന് എല്ലാ പ്രവാചകന്മാരുടെ സന്ദേശം പഠിക്കുവാൻ യോഹന്നാൻ സ്നാപകനെ ഉപയോഗിച്ചു.
യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത എന്നാ? എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശം ദൈവാത്മാവിൽ നിന്ന് പഠിച്ചതാ, അല്ല കോളേജിൽ പോയി പഠിച്ചതല്ല. താൻ മരുഭൂമിയിൽ 30 കൊല്ലം ഏകനായി നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവാണ് ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള വചനം പഠിപ്പിച്ചത്. അപ്പൊ ദൈവാത്മാവ് നമ്മളെ വചനം പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിന് ഭാഗത്ത് വയ്ക്കുന്ന കുഞ്ഞാടിന്റെ അടുത്ത് പോകാൻ. അത് പഴയ നിയമം വായിച്ചുള്ളവരൊന്ന് കൈവക്കാവോ? എല്ലാവരും കൈവക്കിയിട്ടില്ല. ക്ഷമിക്കണം, കർത്താവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ കാര്യം എന്നാ? പഴയ നിയമം മുഴുവനും വായിച്ചിട്ട് അതിലെ ഈ രക്ഷകനെ കുറിച്ചും ഈ കുഞ്ഞാടിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യമായി യോഹന്നാനെ പോലെ ഈ രക്ഷകനെയും ഈ കുഞ്ഞാടിനെയും തപ്പി നടക്കുന്ന ഒരു മനോഭാവം വരുമ്പോൾ വേണം പുതിയ നിയമത്തിലെ യേശുവിനെ നമ്മൾ കണ്ടെത്താൻ. അതുകൊണ്ട് എത്രയും വേഗം കിട്ടുന്ന സമയം മുഴുവൻ പഴയ നിയമം വായിച്ചു തീർക്കുക. മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ടെങ്കിലേ വെള്ളം കിട്ടുന്നുണ്ട് ചെല്ലാൻ. അതെവിടെ പറഞ്ഞതായ ധനവാന്റെ ലാസറിന്റെ ഭൂമിയിൽ ഒരു സന്ദേശമാണ്. ധനവാന് പട്ടുമത്ത ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, മാളിക ഉണ്ടായിരുന്നു, പട്ടിക്കൂടും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. പക്ഷേ മോശയുടെയും പ്രവാചകന്മാരുടെ സന്ദേശം മനസ്സിലായില്ല. ഇതൊക്കെ ആണ് സൗഭാഗ്യം എന്ന് വിചാരിച്ചു. പക്ഷേ ചത്ത് കഴിഞ്ഞപ്പോൾ അവരെ മനസ്സിലായി എന്നെ പോലെ ഭാഗ്യദോഷി ആരുണ്ട്. എനിക്ക് എന്റെ പ്രാണനൊന്നും സ്വർഗത്തിലെത്തിയിട്ടില്ല, എന്റെ പ്രാണൻ പാതാളത്തിൽ പോയല്ലോ, വെള്ളം കിട്ടാതെ തെറ്റില്ലോ, ഇനി ഈ ഗതികൾ എന്റെ സഹോദരങ്ങൾക്ക് വരാതിരിക്കാൻ അവരെങ്കിലും ഇവരെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം സാധിച്ചോ? അവിടെ മോശം പ്രവാചകന്മാരാണ്. അവർ പറഞ്ഞ് കേട്ട് വരുന്നേ വന്നാൽ മതി, ഈ ലാസനെ അങ്ങോട്ട് വിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം വായിക്കാൻ ഒക്കാതെ ദുഃഖിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ എല്ലാ വീട്ടിലുള്ളത്. നമ്മുടെ ഒത്തിരി അപ്പന്മാരും അമ്മമാരും വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ഒത്തിരി പേര് അവിടെ കിടന്ന് കരയുക. ഞങ്ങളിത് പഠിപ്പിക്കാൻ ആളില്ലായിരുന്നു, ഞങ്ങൾക്കിത് നേരമില്ലായിരുന്നു, ഞങ്ങളിങ്ങനെ വേറെ ഏതൊക്കെ കാര്യം തപ്പി നടന്നു, ഞങ്ങളിങ്ങനെ അന്ത്യശ്വാസം വിട്ടത് അവിടെ വെള്ളമില്ലാത്തതൊന്നും കിടക്കുന്നു. അവരിനി നമുക്ക് വേണ്ടി കാത്തി എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് പ്രാർത്ഥിയില്ലേ, നിങ്ങളൊന്ന് പ്രാർത്ഥന രക്ഷപ്പെടരുത്, നിങ്ങളിലെ യേശു വന്ന് വരട്ടെ, നിങ്ങളിലെ യേശു വേണം ഞങ്ങളെ ഇനി രക്ഷിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ ഒരാൾ രക്ഷപ്പെട്ടാൽ ആ കുടുംബത്തെ രക്ഷിക്കുന്ന ആ വ്യക്തിയിൽ കൂടെ ആയിരിക്കും. വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലായി ആ ലോകത്തിന് ഭാഗത്തെ വഹിക്കുന്ന കുഞ്ഞാടിനെ സ്വന്തമാക്കിയതിന് ശേഷം ആ കുഞ്ഞാട് നമ്മളെ രക്ഷിച്ചിട്ട് നമ്മളിൽ കൂടെ നമ്മുടെ പൂർവികരെ കൂടെ രക്ഷിക്കണം. അവരങ്ങനെ കാത്തു വെക്കുക. നമ്മളവരെ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടി കുർബാന ഏൽപ്പിക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവരെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ചില പണിയൊക്കെ ചെയ്യും. ഇപ്പോൾ കല്ലെടുത്തെറിയേണ്ടി വരും. അത്യാവശ്യമുള്ള ഒരു കാര്യം ശ്രദ്ധിക്കും. മക്കൾ കഴിഞ്ഞാൽ കളിച്ചോടി നടക്കാന്നിരിക്കട്ടെ. വീട്ടിൽ അത്യാവശ്യമുണ്ട്, ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിള്ളേർ കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട്, അവരെ വിളിച്ചിട്ട് കാണുന്നില്ല, ഒരു കല്ലെടുത്ത് എറിയേണ്ടി വെച്ചിരുന്നു. അത് കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരാനാ വിളിച്ചെന്ന് പറയും. എന്താ? അപ്പൊ നമുക്കിവിടെ ഇരുന്ന അനർത്ഥങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മുതലായവ നമ്മുടെ വാങ്ങിപ്പോയവരുടെ കല്ലേറുകളോ അവിടെ നോട്ടീസുകളോ ഒക്കെ ആകാനാണ്. എങ്കിലും ശ്രദ്ധയൊന്നും ഇരിക്കണ്ടേ? കുഞ്ഞെ ഇങ്ങനെയൊരു കാര്യമുണ്ട്, നിനക്കൊന്നും ശ്രദ്ധയില്ല, ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇതാ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് എന്ന് അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാമെങ്കിൽ ഓരോ ദിവസവും അവരുടെ സങ്കടം ദൈവം നമ്മളെ അറിയും. അവരുടെ സങ്കടമാണ് ആദ്യം തീർത്തു കൊടുക്കേണ്ടത്, നമ്മുടെ സങ്കടമല്ല. അപ്പൊ നമ്മുടെ അപ്പന്മാരുടെയും അമ്മമാരുടെയും വല്യമ്മമാരുടെയും സങ്കടം തീർത്ത് അവർക്ക് വേണ്ടി യേശുവിനെ നമ്മൾ വളർത്തി നമ്മൾ സന്തോഷിക്കുന്നതാണ് അത്രയൊരു സന്തോഷം അവർക്ക്. അപ്പൊ നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്ന കണ്ടിട്ട് നമ്മളെ കർത്താവ് പാതാളം വരെ ഇറങ്ങിച്ചെന്നവരെ രക്ഷിച്ച് അങ്ങനെ അവരെ പരീക്ഷയിലോട്ട് കയറി അവർ വെമ്പൽ കൊള്ളുകയാണ്. ഈ കൃപായുഗം തീരുന്നതിനും അങ്ങനെ ഒത്തിരി കാര്യം നടക്കാനുണ്ട്. യേശു രണ്ടാമത് വരാത്തതിന്റെ കാര്യം അതാണ്. അപ്പൊ യോഹന്നാൻ ശ്ലീഹായുടെ ഭാഗ്യം പഴയ നിയമം ശരിക്കും അങ്ങ് പഠിച്ചു. പഴയ നിയമം മുഴുവൻ വായിച്ചു. പഴയ നിയമം മുഴുവനും പഠിച്ചതിന് ശേഷം അതിന്റെ വ്യാഖ്യാനം ആര് കൊടുത്തു? യോഹന്നാൻ സ്നാപകൻ കൊടുത്തു. അപ്പൊ വേദോത്സവം വായിച്ചാൽ മാത്രം പോരാ, വേദോത്സവം പഠിച്ചാൽ മാത്രം പോരാ, അതിനെ വ്യാഖ്യാനിക്കാൻ ആളും കൂടെ വേണം. അങ്ങനെ പ്രവാചകന്മാർക്ക് മാത്രമാണ് ഇതിന്റെ എല്ലാ മർമ്മങ്ങളും മനസ്സിലായിരിക്കുന്നത്. അവർ പ്രവാചകന്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? വേദോത്സവം വായിച്ചിട്ട് പ്രവാചകന്മാരെ വിളിക്കണം, പ്രവാചകന്മാരെ ഇതിന്റെ അർത്ഥം എന്താണ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് ഓരോരുത്തരും മനസ്സാന്തരപ്പെട്ടത്. ഒരു എത്യോപ്യക്കാരൻ ഷണ്ണനെപ്പോഴാണ് മനസ്സാന്തരപ്പെട്ടത്. എത്യോപ്യക്കാരൻ ഷണ്ണിങ്ങനെ രസത്തിന് യാത്ര ചെയ്യുന്നതിനിടയിൽ താൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും യെശയ്യാ 51 വായിക്കുന്നത്. ഇതെന്നാ അതിന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് ഫിലിപ്പോസ് എന്ന് ചോദിക്കുന്നത്, നിനക്ക് ഇതുവല്ല മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. പൊരുൾ തിരിക്കാൻ എന്നാ നിനക്കറിയാവോ? ഞാൻ പറഞ്ഞുതരാം. വണ്ടി നിർത്തി ഇയാളെ കൂടെ കയറ്റി വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തെന്താ
മനുഷ്യജാതിയുടെ പാപശാപങ്ങൾ കൊണ്ട് യേശു എങ്ങനെ രോഗിയായി, എങ്ങനെ മരണമേറ്റു, എങ്ങനെ മരിച്ചു, മറുപടിയായെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അവർ കാര്യം മനസ്സിലായി. ഇപ്പൊ തന്നെ എനിക്ക് സ്നാനം വെക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ തേര് നിർത്തി വെള്ളം കണ്ടെടുത്ത് സ്നാനമേറ്റ് വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തെ കണ്ടു, ദൈവരാജ്യത്ത് പ്രവേശിച്ചു. ആ ഷണ്ണൻ പോയിട്ടാണ് എത്യോപ്യ രാജാവ് ക്രിസ്ത്യാനിയായെന്ന് പറയുന്നത്. എത്യോപ്യയിലെ രാജാക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നു, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്നാ? ആ എത്യോപ്യക്കാരൻ രാജാവിന്റെ ഷണ്ണനെ മാനസാന്തരപ്പെട്ടപ്പോൾ ആ മാനസാന്തരം ആരിലേക്ക് കയറി? രാജാവിലേക്ക്, രാജ്യത്തിലേക്ക് മുഴുവൻ വ്യാപിച്ചു. അപ്പൊ യെശയ്യാ 51 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ രോഗത്തിനും നമ്മുടെ കഷ്ടങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാം ഒരു അർത്ഥമുണ്ട്, ഉപയോഗമുണ്ട്. വന്നാളിനെ പോകാനല്ല പറയേണ്ടത്. അതിനെല്ലാം ശരിക്കും മുതലെടുത്തിട്ടേ വിടാവൂ. വേദവസ്തു ശരിക്കും പഠിച്ചിരിക്കുന്നവർക്ക് മാത്രമേ കഷ്ടനഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആവശ്യവും പ്രയോജനം മനസ്സിലാവുള്ളൂ. ധനവാന്റെ ലാസറിന്റെ ഭൂമിയിൽ ആ ലാസറിനെ തന്റെ രോഗത്തിന്റെ ആവശ്യം എനിക്ക് മനസ്സിലായി, രോഗത്തിന്റെ പ്രയോജനം മനസ്സിലായി. തന്റെ പ്രാണന്റെ ശുദ്ധീകരണത്തിന് വീണ്ടെടുപ്പിന് ആ രോഗത്തെ പ്രയോജനപ്പെടുത്തി, തന്റെ ദാരിദ്ര്യത്തെ പ്രയോജനപ്പെടുത്തി, തന്റെ ഏകാന്തതയെ. ആരും അവൻ്റെ കൂടെ ഇല്ലായിരുന്നു, പട്ടി മാത്രമേ ഉണ്ടായിരുന്നു. ആരും ഇല്ലായിരുന്നു. നിങ്ങൾ പട്ടി നാക്കിയത് കൊണ്ട് ആ വ്രണം ഒന്ന് ക്ലീനായി കിട്ടി, അതിനെ അവൻ പ്രയോജനപ്പെടുത്തി. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വ്രണങ്ങൾ, നമ്മുടെ മുറിവുകൾ, നമ്മുടെ ചതവുകൾ, നമ്മുടെ ഏകാന്തതകൾ, നമ്മുടെ ദാരിദ്ര്യങ്ങൾ, ഇവയെല്ലാം ആവശ്യമുള്ളതാണ്. അവയെല്ലാം പ്രയോജനമുണ്ട്. അത് ഇല്ലെങ്കിൽ വിളിച്ചു വരുത്തണം. വിളിച്ചു വരുത്തിയില്ലെങ്കിൽ വരുമ്പോഴെങ്കിലും സ്വീകരിക്കണം. സന്യാസിമാർ ഇതൊക്കെ കൃത്രിമമായിട്ട് വിളിച്ചു വരുത്താൻ ഞാൻ 22ാമത്തെ വയസ്സിൽ വിളിച്ചിറങ്ങി. വീടും വേണ്ട, നാടും വേണ്ട, പണ്ടും വേണ്ട, മണ്ണും വേണ്ട, ഒന്നും വേണ്ട, യേശു മതി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെന്നിടത്തൊക്കെയും ഈ ദാരിദ്ര്യം വിളിച്ചു വരുത്തി. കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. അവസാനം കിട്ടിയത് കുര്യാക്കോസ് ആശ്രമത്തിന്റെ ട്രസ്റ്റി എന്ന നിലയിൽ അവിടുത്തെ കോടിക്കണക്കിന് രൂപ വസ്തുക്കൾ, സ്കൂളും കിട്ടി, സ്കൂൾ മാനേജരുമായി, സുപ്പീരിയറുമായി എല്ലാമായി കണ്ടു കിടക്കുന്നു. എനിക്ക് യേശുവിനെ വന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ദരിദ്രനായിട്ട് വന്ന് കിടക്കുന്നു. മനസ്സിലായോ? എന്താ യേശുവിന്റെ വില എന്നാന്ന് മനസ്സിലായപ്പോൾ ആ യേശുവിനോട് എന്നും വലിച്ചെറിയാൻ തയ്യാറായാൽ യേശുവിനെ സ്വന്തമാക്കാം. യോഹന്നാന്റെ മനോഭാവം അതാണ്. അപ്പോൾ യേശുവിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കളഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്, എന്തെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ യേശു വേണ്ടതെല്ലാം ഉപേക്ഷിച്ചതിന് 100 മടങ്ങ് ഈ ഭൂമി തന്നെ തരും. അത് വെച്ചിരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിച്ചില്ല. 74 വർഷം വിശ്രമിച്ചാൽ അവർ ടിക്കറ്റ് അയച്ചു തരിക, വീസ വാങ്ങിക്കുക, അവർ വാങ്ങിക്കുക, അവർ മെനക്കെടുക, അവർ തിരുമേനിയെ കാണുക. ഇങ്ങനെ ഒരാൾ വരണം എന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ട് പോകാൻ ഞാനെന്താ ചെയ്തു? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വചനം നിവൃത്തിയാകണ്ടേ? ഞാൻ ഉപേക്ഷിച്ച 100 മടങ്ങ് ചാകുന്നതിന് മുമ്പേ തരണ്ടേ? ഞാൻ ചാകാൻ ഒരുങ്ങി 74 മതിയെന്ന് പറഞ്ഞു. പക്ഷെ നീ ഇതിനെ വിടുകയില്ല. 100% തരണ്ടേ? 100% എവിടെയൊക്കെ കരുതി വെച്ചിരിക്കുന്ന പോയി വാങ്ങിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നതിന് 100 മടങ്ങ് തന്നിട്ടേ അവൻ വിടുകയുള്ളൂ. അതുവരെ ആയുസ് നീട്ടിക്കൊണ്ടേയിരിക്കും. അത് ആ ഒരു വിശ്വാസം നോക്കുകയാണ്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിന് വേണ്ടി എന്ത് സഹിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. യോഹന്നാനും യോഹന്നാൻ സ്നാപകനും നമുക്ക് തരുന്ന സന്ദേശം, മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം 100% ഹൃദയത്തിൽ എഴുതി അത് രാവും പോലും വചനം ധ്യാനിച്ച് അതിനെ ഇണവാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഹൃദയം വികസിച്ച് അത് സമുദ്രം പോലെ ആകാമെങ്കിൽ നദി പോലെ സമാധാനം ഒഴുകി വരും. അത് അനേകരിലേക്ക് കവിഞ്ഞൊഴുകും, അനേകരെ രക്ഷയുടെ വാതിയിൽ വരും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് യോഹന്നാൻ സ്നാപകന്റെയും പണി ഇനി നമ്മൾ എന്തെല്ലാം തീരാനുണ്ട്, മോശയുടെയും പ്രവാചകന്മാരുടെയും അതിന് ഏതൊക്കെ എനിക്ക് മനസ്സിലാകാനുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ലോകത്തിന് പാവത്തെ വയ്ക്കുന്ന കുഞ്ഞാടിനേക്ക് സ്വന്തമായി തന്ന പിതാവേ നിനക്ക് സ്തുതി ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ 100% ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ ആ യേശു നമ്മൾ വളർന്ന് ജീവിച്ച് മരിച്ച് വേറെ സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് പെന്തിക്കോസ്തിയുടെ അനുഭവം ഉണ്ടായ ആ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് വരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരനെ നിൻ തിരുമുമ്പിൽ വരുന്നോരീ സമയേ, പരേ തിരുമുമ്പിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുളുക, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്ന